ഹലോ, ഇന്ന് നമുക്ക് സ്റ്റാർ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച നായകൻ സിനിമാ നടനാകണമെന്ന് ആഗ്രഹിക്കുന്നു. അച്ഛനാണെങ്കിലോ അവന് നല്ല സപ്പോർട്ടാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലത് സംഭവിക്കും. അതോടുകൂടി കാമുകി വരെ അവനെ ഉപേക്ഷിച്ചു. എന്താണ് ആ സംഭവം, പിന്നീട് അവൻ എന്തായി, നായകനായോ എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ 1989 കാലഘട്ടമാണ് കാണിക്കുന്നത്. സ്കൂളിലെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് മകനെ ഭാരതിയാറുടെ വേഷം കെട്ടിക്കുകയാണ് അച്ഛൻ. പക്ഷെ അവന് മീശയില്ല. മീശയില്ലെങ്കിൽ എന്താ, നീ അവിടെ പോയി കോൺഫിഡൻ്റ് ആയി സംസാരിക്കണമെന്ന് അച്ഛൻ പറയും. അങ്ങനെ കുട്ടി സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കും. ഈ കുട്ടിയാണ് നായകനായ കലയരസൻ. കലയരസൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, മുത്തശ്ശി പിന്നെ ചേച്ചിയൊക്കെയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് വലുതായി +2 പഠിക്കുകയാണ് കലയരസൻ. പഠിക്കുന്നതിനേക്കാൾ അവന് താല്പര്യം അഭിനയിക്കാനാണ്. അവൻ്റെ അച്ഛനാണെങ്കിലോ സിനിമാ നടന്മാരുടെ ഫോട്ടോയുടെ കൂടെയൊക്കെ നിർത്തി അവനെ ഫോട്ടോ എടുപ്പിക്കും. ഒരിക്കൽ നീ ഇതുപോലെ ആകുമെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അവന് +2 കഴിഞ്ഞ് ആക്ടിംഗ് പഠിക്കാൻ പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ അമ്മയ്ക്ക് അവനെ എൻജിനീയർ ആക്കണമെന്നാണ്. എന്നാൽ അവന് വലിയ മാർക്കൊന്നുമില്ല, 70-71 റേഞ്ചിൽ നിൽക്കും. കലയരസനെ കോപ്പിയടിച്ച കൂട്ടുകാരനാണെങ്കിലോ അതുപോലത്തെ മാർക്ക് തന്നെയാണ് കിട്ടിയതും. വേറെ വഴിയില്ലാതെ രണ്ടാളും എഞ്ചിനീയറിങ്ങിന് പോയി. കോളേജിൽ ചേർന്ന കലയരസനും കൂട്ടുകാരനും പഠിക്കാതെ നേതാവായി കറങ്ങിയടിച്ച് നടക്കും. കൂട്ടുകെട്ടൊക്കെയായി പഠിത്തമേ ഉഴപ്പി. അങ്ങനെ ഇരിക്കെ കോളേജിൽ ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേര് വരികയാണ്. അതിലേതെങ്കിലും സുന്ദരി പെണ്ണിനെ വളയ്ക്കണമെന്നാണ് കലയുടെ ആഗ്രഹം. അതിൽ നായികയായ മീരയുമുണ്ട്. മീരയെ ആദ്യ കാഴ്ചയിൽ തന്നെ കലയരസന് ഇഷ്ടമായി. മീരയുടെ പിന്നാലെ അവൻ നടക്കുമ്പോൾ അവൾ മൈൻഡ് പോലും ചെയ്യില്ല. മീരയെ ഇംപ്രസ് ചെയ്യാനായിട്ട് അവൾക്ക് വേണ്ടി പാട്ടൊക്കെ എഴുതി പാടും. അതിന് കോളേജിലെ സീനിയർ പയ്യന്മാർ അവനെ ഒരുപാട് കളിയാക്കുകയും ടോർച്ചർ ചെയ്യുകയും ഒക്കെ ചെയ്യും. ദേഷ്യം വന്ന കലയാണെങ്കിലോ ഗിത്താർ എടുത്ത് അവൻ്റെ തലയിലടിച്ച് പൊട്ടിക്കും. അതിനുശേഷമാണ് അറിയുന്നത് അത് മീരയുടെ സ്വന്തം സഹോദരനായിരുന്നുവെന്ന്. മീരയാണെങ്കിലോ കലയെ ഒരുപാട് വഴക്ക് പറയും. പിന്നീടാണ് കൂട്ടുകാർ വഴി മീരയുടെ അണ്ണൻ മറ്റുള്ളവരെയൊക്കെ ഒരുപാട് ദ്രോഹിക്കുമെന്നുള്ള കാര്യം അറിയുന്നതും. മീരയ്ക്ക് കലയോട് സഹതാപം തോന്നും. മാത്രവുമല്ല, ഒരുപാട് പെൺകുട്ടികൾ കലയെ അവനറിയാതെ പ്രണയിക്കുകയാണെന്ന കാര്യം മീരയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ കലയും അച്ഛനും ഒരു പ്രൊഡ്യൂസറിനെ കാണാനായി പോയി. പക്ഷേ അഭിനയിപ്പിക്കണമെങ്കിൽ 5 ലക്ഷം കെട്ടിവെക്കണമെന്ന് അയാൾ പറഞ്ഞു. ആ പ്രതീക്ഷയും നഷ്ടമായി. അതേസമയമായിരുന്നു കോളേജിൽ ഒരാൾ മീരയുടെ ഫോട്ടോ മോശമായ രീതിയിൽ എടുത്തത്. മീരയും കൂട്ടുകാരും കോളേജ് ഡേക്ക് വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. വിവരമറിഞ്ഞ കലൈ ഫോട്ടോ എടുത്തവനെ പോയി തല്ലിച്ചതയ്ക്കും. പ്രിൻസിപ്പാൾ ആണെങ്കിലോ അക്കാര്യം അറിഞ്ഞ് ഡാൻസ് പ്രാക്ടീസിന് പെൺകുട്ടികൾ ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സാണ് പ്രശ്നമായത്, അതുകൊണ്ട് ഇവിടെ ഇനി പെൺകുട്ടികളുടെ ഡാൻസ് ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചു. മീരയ്ക്ക് കലയോട് വല്ലാത്ത ദേഷ്യമായി. അവൻ പ്രശ്നമാക്കിയതിനാണല്ലോ ഡാൻസ് കളിക്കാനാകാത്തത്. അവളുടെ മനസ്സിൽ അതൊരു മുറിവായി. എന്നാൽ ആർട്സ് ഡേയുടെ അന്ന് കലയാണെങ്കിലോ ഡാൻസിനായി എത്തും, അതും പെൺവേഷത്തിൽ. പെൺകുട്ടികൾക്കല്ലേ ഡാൻസ് കളിക്കാൻ പറ്റാത്തുള്ളൂ, ആണിന് പെൺവേഷം കെട്ടി കളിക്കാമല്ലോ. അതിനുശേഷം കലയൊരു സ്പീച്ച് നടത്തും. ഒരാണിൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു പെണ്ണുണ്ട്, എന്നാൽ ഒരു പെണ്ണിൻ്റെ പരാജയത്തിന് പിന്നിൽ ഉറപ്പായും ഒരാണ് കാണും. നിങ്ങളെ വലിച്ച് തറയിലിടാൻ ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്ക് ഉയർന്നു പറക്കണ്ടേ എന്ന് പെൺകുട്ടികളോട് ചോദിച്ച് ഒരു മോട്ടിവേഷൻ സ്പീച്ച് നടത്തി. അതോടുകൂടി മീരയ്ക്ക് കലയോട് പ്രണയമായി. രണ്ടാളും പ്രണയിക്കുവാനായും ആരംഭിച്ചു. അങ്ങനെ കോളേജ് അവസാനിക്കുകയാണ്. അതിനൊക്കെ ശേഷം കലയെ ചാൻസ് ചോദിച്ച് ഒരുപാട് അലഞ്ഞു. പല നടന്മാരെയും കണ്ടു. അവരോരോരുത്തരുടെയും ഫോൺ നമ്പർ കൊടുക്കും. വിളിച്ചു തിരക്കുമ്പോഴും പിന്നീടൊരു വിവരവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ബോംബെയിൽ ഒരു പ്രമുഖ നടൻ്റെ ആക്ടിംഗ് ക്ലാസ് നടക്കുന്നു. അതിൻ്റെ വർക്ക്ഷോപ്പിനായി ഓഡിഷൻ നടക്കുന്ന കാര്യം കല അറിയുന്നത്. അവൻ അതിൽ പങ്കെടുക്കുവാനുള്ള ഓഫറും കിട്ടി. പക്ഷേ ചിലവിന് 20,000 രൂപ വേണം. അച്ഛൻ ഒരു 5,000 രൂപ ഒപ്പിച്ചു കൊടുത്തു. ബാക്കി കണ്ടെത്തി തരാമെന്ന് അച്ഛൻ പറയുമ്പോൾ കലയെ അച്ഛനെ വഴക്ക് പറയും. അത് കേട്ടുകൊണ്ടുവന്ന അമ്മയാണെങ്കിലോ ദേഷ്യം വന്ന്, നിനക്ക് വീട്ടിലെ അവസ്ഥ വല്ലതും അറിയാമോ? നിന്റെ അച്ഛന് സുഖമില്ലാഞ്ഞിട്ട് പോലും ഹോസ്പിറ്റലിൽ പോലും പോകുന്നില്ല, ഒരുപാട് കാശാകുമെന്ന് കരുതും. നിന്റെ സഹോദരി കെട്ടുപ്രായമായിട്ടും വീട്ടിൽ നിൽക്കുന്നത് എന്തെന്ന് നീ തിരക്കുന്നുണ്ടോ? ഇതെല്ലാം അറിഞ്ഞിട്ടും ഇത്രയും കാശ് ചിലവാക്കി നിനക്ക് പോകണമെങ്കിൽ ഇതും കൂടി കൊണ്ടുപോ എന്ന് പറഞ്ഞ് താലിമാല ഊരി എറിഞ്ഞു കൊടുക്കുന്നു. കലയ്ക്കത് വല്ലാത്ത വിഷമമായി. അവനാണെങ്കിലോ ജോലിക്കുള്ള ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യുവാനായും തീരുമാനിച്ചു. ആഗ്രഹമെല്ലാം അവൻ മനസ്സിലൊതുക്കി. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി.
എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കലയ്ക്ക് അറിയില്ലായിരുന്നു. കാരണം പഠിക്കുന്ന സമയത്തൊന്നും അവൻ ക്ലാസ്സിലും കയറില്ല, പഠിക്കാനും നോക്കില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇറങ്ങി പോകുവാനായി പറയുമ്പോഴോ കലൈ തൻ്റെ ആഗ്രഹം സിനിമാ നടനാകണമെന്നും അവൻ്റെ അവസ്ഥകളെല്ലാം വളരെ ഇമോഷണലായും പറഞ്ഞു. പുറത്തിറങ്ങി സങ്കടപ്പെട്ടിരുന്ന കലയ്ക്കടുത്തെത്തുന്ന ഇന്റർവ്യൂ നടത്തിയ ഹെഡാണെങ്കിലോ അയാൾക്ക് പണ്ട് കിക്ക് ബോക്സിങ്ങിലായിരുന്നു താല്പര്യം, പക്ഷേ നടന്നില്ല എന്ന് പറഞ്ഞ് കലയുടെ ആഗ്രഹത്തിനായി 20,000 രൂപ കൊടുക്കും. അവൻ ഒരുപാട് സന്തോഷമായി. അങ്ങനെ അമ്മ അറിയാതെ അച്ഛൻ്റെയും സഹോദരിയുടെയും സഹായത്തിൽ വീട്ടിൽ നിന്നും അവൻ ബോംബെയിലേക്ക് പോയി. ബോംബെയിലെത്തി ഒരു പ്രമുഖ നടന്റെ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുമ്പോൾ കലയുടെ അഭിനയം കണ്ട് നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് അപമാനിച്ചിറക്കി വിടും. മാത്രവുമല്ല അവിടെ വന്ന മറ്റു കുട്ടികളൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നത് കല അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. സങ്കടം സഹിക്കാനാകാതെ അവൻ അച്ഛനെ വിളിച്ച് ഒരുപാട് കരയും. എന്നെക്കൊണ്ട് പറ്റില്ലച്ച, ഇത്രയും നാൾ എനിക്ക് നടനാകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ച് സമയം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരയുമ്പോൾ നീ ഒരു കാര്യത്തിനു വേണ്ടി കരയുന്നുണ്ടെങ്കിൽ അത് അത്രയും ആത്മാർത്ഥമായത് കൊണ്ടാണ്, അത് നീ നേടിയെടുക്കണമെന്നും അച്ഛൻ പറയുമ്പോൾ കലയാണെങ്കിൽ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കും. അവൻ്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ. കാശിനു വേണ്ടി അവൻ ഭിക്ഷയാചിക്കും. ബോംബെയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി. അങ്ങനെയിരിക്കെ കലയെ കാണാനായിട്ട് മീര അവനെ തിരക്കി ബോംബെയിലെത്തി. കലയ്ക്ക് ഒരുപാട് സന്തോഷമായി. ആ ഒരു നടന്റെ പിന്നാലെ അവസരത്തിനു വേണ്ടി അവൻ അലഞ്ഞു. അയാളുടെ വീടിന് മുന്നിൽ വരെ കാവലിരുന്നു. അയാൾ കലയെ ഓടിച്ചു വിട്ടാലും പിന്നും അവൻ വന്നുകൊണ്ടേയിരുന്നു. അത് മനസ്സിലാക്കി അയാളാണെങ്കിലും അവനൊരു അവസരം നൽകുവാനായി തീരുമാനിച്ചു. കാരണം അവനൊരു കാര്യത്തിനു വേണ്ടി ഇത്രയും വാശി പിടിച്ചു നിൽക്കുന്നത് അയാൾക്ക് ഒരുപാട് സന്തോഷമായി. അതേ സമയമായിരുന്നു അവൻ്റെ മുത്തശ്ശി മരിച്ചത്. മരണത്തിന് വന്ന കലയെ തനിക്ക് സിനിമയിൽ അവസരം കിട്ടിയ കാര്യം വീട്ടിൽ പറഞ്ഞു. വീട്ടിലുള്ളവർക്കെല്ലാം ഒരുപാട് സന്തോഷമായി. അമ്മ അവനെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു. മീരയ്ക്കും സന്തോഷമായി. അവൻ അഭിനയിക്കാൻ അവസരം കിട്ടിയതിനാൽ അവൻ ആദ്യം അച്ഛന് മുന്നിൽ അഭിനയിച്ച് കാണിച്ചു. അവൻ്റെ അഭിനയം കണ്ട് അച്ഛൻ്റെ കണ്ണ് വരെ നിറഞ്ഞു. അടുത്ത ദിവസം ഷൂട്ടിങ്ങിനായി ബോംബെയിലേക്ക് പോവുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് കൂട്ടുകാരനൊപ്പം കാറിൽ അവൻ യാത്രയായി. പോകും വഴിയിൽ കാർ ആക്സിഡൻ്റായി. കലയുടെ അവസ്ഥ വളരെ മോശമാണ്. മുഖത്തൊക്കെ ഒരുപാട് മുറിവുകളും വലിയൊരു പാടുമൊക്കെ ഉണ്ടായി. അത് കാരണം അവന് ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. വീട്ടിൽ നിന്നും അവൻ പുറത്തിറങ്ങാതെ മുറിക്കുള്ളിൽ അടച്ചിരുന്നു. മീരയോട് പോലും അവൻ സംസാരിക്കില്ല. ഒരിക്കൽ മീരയുമായി അവൻ പുറത്തു പോയി. കലയെ വേഗം ആഹാരം കഴിക്കുവാനായി മീരയെ വഴക്ക് പറഞ്ഞു. അവൻ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന പേടിയായി. അതൊന്നും മീരയ്ക്ക് സഹിക്കാനായില്ല. മീര കലയുമായി ബ്രേക്കപ്പായി. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു കലയോട് പറയാതെ അവൻ്റെ ഫ്രണ്ട് കോളേജ് റീയൂണിയന് അവനെ കൂട്ടിക്കൊണ്ടു പോയതും. കോളേജിലേക്കാണ് പോകുന്നതെന്നറിഞ്ഞ കലയെ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. നീ എത്ര നാളിങ്ങനെ ഒളിച്ചിരിക്കും എന്നൊക്കെ കൂട്ടുകാരൻ അവനെ വഴക്ക് പറഞ്ഞ് കോളേജിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. കോളേജിലെത്തിയപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് നിന്റെ മുഖത്തിത് എന്ത് പറ്റി, ഇനി നിനക്ക് എങ്ങനെ അഭിനയിക്കാനാകും എന്നൊക്കെ ചോദിക്കുമ്പോൾ കലയ്ക്കത് വല്ലാത്ത വിഷമമായി. അപ്പോഴാണ് അവനൊരു മെസ്സേജ് വരുന്നത്. ഒരു സ്ഥലം പറഞ്ഞിട്ട് അവിടേക്ക് വരുവാനായിരുന്നു മെസ്സേജ്. അവിടെ ചെന്നപ്പോൾ അവനൊപ്പം പഠിച്ചിരുന്ന സുരഭിയായിരുന്നു അവനെ കാത്തു നിന്നത്. സുരഭിക്ക് അന്നേ കലയെ ഇഷ്ടമായിരുന്നു. പെൺവേഷം കെട്ടി ഡാൻസ് കളിച്ചപ്പോൾ കലയെ ഊരിയെറിഞ്ഞ അടിവസ്ത്രം വരെ അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതവന് ഗിഫ്റ്റായി കൊടുത്തതിന് ശേഷം അവൾ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സുരഭിയും കലയും മീറ്റ് ചെയ്യും. സുരഭി കലയെ പ്രപ്പോസ് ചെയ്യുകയാണ്. നീ വിചാരിക്കും പോലെയല്ല എൻ്റെ ലൈഫ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയാണ്, എൻ്റെ മുഖം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ റിജക്റ്റ് ചെയ്യുമ്പോൾ സുരഭി പറയും, അച്ഛൻ അമ്മയെ കുടിച്ചിട്ട് വന്നിട്ട് ഒരുപാട് അടിക്കുമായിരുന്നു, അമ്മ അത് സഹിക്കാനാകാതെ മരിച്ചു, പിന്നീട് എന്നെ ഉപദ്രവിക്കുമായിരുന്നു. ഞാനും മരിക്കാനായി തീരുമാനിച്ചപ്പോഴാണ് ആർട്സ് ഡേക്ക് നിന്റെ സ്പീച്ച് കേട്ടത്. അതോടെ എനിക്ക് ജീവിക്കണമെന്ന ആഗ്രഹം തോന്നി. മുത്തശ്ശിയോടൊപ്പം ഞാൻ താമസിക്കുവാനായി ആരംഭിച്ചു, പഠിച്ചു. എന്നാൽ നീയോ എല്ലാം ഉപേക്ഷിച്ച് ഒളിച്ചു താമസിക്കുന്നു. എല്ലാത്തിൽ നിന്നും പുറത്തു വരുവാനായും അവൾ അവനെ ഉപദേശിക്കും. അതൊരു വാശിയായി മനസ്സിലേറ്റി കലയെ വീണ്ടും വർക്കൗട്ടൊക്കെ ചെയ്ത് ശരീരവും മനസ്സുമൊക്കെ ശരിയാക്കി. അവസരങ്ങൾക്ക് വേണ്ടി അവൻ വീണ്ടും ഇറങ്ങി. ചെറിയ ചെറിയ റോളൊക്കെ ചെയ്തു. അവന്റെ മുഖത്ത് വലിയ പാടുള്ളതിനാൽ ചിലരവനെ ഒഴിവാക്കി. സുരഭിയുമായുള്ള ചങ്ങാത്തം അവന് ആശ്വാസമായി. അവർ രണ്ടാളും പ്രണയിക്കുവാനായും ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ മീരയിൽ നിന്നും ഒരു മെസ്സേജ് വന്നു. അവളുടെ കല്യാണമാണ്. കലയിൽ പോകാൻ കൂട്ടാകാതിരുന്നപ്പോൾ സുരഭി പോകണമെന്ന് അവനോട് പറഞ്ഞു. അങ്ങനെ രണ്ടാളും വിവാഹത്തിനെത്തി. മീരയോട് സുരഭി നന്ദി പറഞ്ഞിട്ടാണ് പോയത്. ദിവസങ്ങൾ കടന്നുപോയി. സുരഭിയെ കലയെ വിവാഹം കഴിച്ചു. സിനിമയിൽ അവസരത്തിനായി നടക്കുന്നതിനാൽ കലയുടെ കയ്യിൽ കാശില്ല. വീട്ടുകാര്യമെല്ലാം നോക്കുന്നത് സുരഭിയാണ്. അച്ഛൻ്റെ ഹാർട്ട് ഓപ്പറേഷനും നന്നായി കഴിഞ്ഞു. അവൻ്റെ സഹോദരിയുടെ വിവാഹവും കഴിഞ്ഞു.
ഒരിക്കൽ കലൈ അമ്മയോട് കാശ് ചോദിക്കുമ്പോഴോ അമ്മ പറയും, നിന്റെ സഹോദരിയുടെ ഭർത്താവല്ല ഓപ്പറേഷന് കാശ് തന്നത്, നമ്മുടെ സുരഭിയാണ്, നീ അവളെ കഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് കുറച്ച് കാശും കൊടുക്കും. അത് കേട്ട കലൈ എങ്ങനെയും സുരഭിയെ സഹായിക്കണമെന്ന് തീരുമാനിച്ച് ഒരു ജോലി കണ്ടെത്തി. അവിടെ എല്ലാവർക്കും മുന്നിൽ അവൻ നല്ല ഹാപ്പിയായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ ഹാപ്പിയല്ല. കലയ്ക്ക് ജോലിയായതോടെ സുരഭിയാണെങ്കിലോ പുതിയൊരു ഫ്ലാറ്റ് എടുത്തു. അതേസമയം അവൻ ജോലി കളയാനായും തീരുമാനിച്ചതായിരുന്നു. പിന്നെ മനസ്സ് മാറ്റി, കാരണം വാടകയൊക്കെ കൊടുക്കണമല്ലോ. ഒരിക്കൽ കമ്പനിയിൽ ഒരു ഷൂട്ട് നടക്കുകയാണ്. അതിൽ കലൈ അഭിനയിക്കുവാനായി തയ്യാറായി. അന്ന് അവന്റെ മുഖത്തെ അടയാളത്തെപ്പറ്റി പറഞ്ഞ് ഡയറക്ടർ അവനെ ഒഴിവാക്കി. ദേഷ്യം വന്ന കലൈ, ഒരിക്കൽ നീയൊക്കെ എന്റെ മുഖം ബിഗ് സ്ക്രീനിൽ കാണുമെന്ന് വെല്ലുവിളിച്ച് പ്രശ്നമുണ്ടാക്കി. അതോടെ അവന്റെ ജോലിയും പോയി. വീട്ടിലെത്തി വിഷമിച്ചിരുന്ന കലയോട് സുരഭി എന്താ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന കലൈ അവളെ തല്ലി. എന്റെ മുഖം ഇങ്ങനെ തന്നെയാ, നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അവളാണെങ്കിലോ സങ്കടം സഹിക്കാനാകാതെ കരയും. അവൾ അവിടെ നിന്നും ഇറങ്ങി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി. യഥാർത്ഥത്തിൽ അവൾ പ്രഗ്നന്റ് ആയിരുന്നു. അതവന് സർപ്രൈസ് കൊടുക്കുവാനായി ഇരുന്ന സമയത്തായിരുന്നു അവൻ അവളെ തല്ലിയത്. അവനോട് അവൾ അത് തുറന്നു പറഞ്ഞതേയില്ല. സുരഭി പോയതറിഞ്ഞ അച്ഛനാണെങ്കിലോ അവനെ ഒരുപാട് വഴക്ക് പറയും. അവളെ കൂട്ടിക്കൊണ്ടു വരുവാനായി പറയുമ്പോൾ പറ്റില്ല, എന്നെ എൻ്റെ വഴിക്ക് വിടുവാനായും അവൻ പറയും. നിനക്ക് അഭിനയിക്കാനാകില്ല, നീ അതാദ്യം മനസ്സിലാക്ക്. ആദ്യമായിട്ടാണ് അച്ഛൻ്റെ വായിൽ നിന്ന് അവനത് കേൾക്കുന്നത്. അതവന് സഹിക്കാനായില്ല. അവനാണെങ്കിലോ അച്ഛൻ്റെ കോളറിൽ പിടിച്ചു. ദേഷ്യത്തിൽ അവനത് ചെയ്തു പോയതാണ്. എന്നാൽ അച്ഛനാണെങ്കിലോ, എനിക്കോ നടനാകാനായില്ല, പക്ഷേ നല്ല അച്ഛനാണെന്നാണ് ഞാൻ കരുതിയത്, ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. കലയാണെങ്കിലോ എന്ത് ചെയ്യുമെന്നറിയാതെ നടക്കുകയാണ്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. സുരഭിയാണെങ്കിലോ പൂർണ്ണ ഗർഭിണിയായി. പക്ഷേ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെയുണ്ട്. അത് ഡോക്ടർ പറയുമ്പോൾ കലയോട് അക്കാര്യം പറയണോ വേണ്ടേ എന്നൊക്കെ സുരഭി ചിന്തിക്കും. അതേസമയം കലൈ വെട്രിമാറിന്റെ ഓഡീഷനിൽ പങ്കെടുക്കുകയാണ്. വെട്രിമാറിന് കലയെ ഇഷ്ടമായി. മുഖത്തെ അടയാളങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ അഭിനയം കണ്ട് അവൻ അവസരം കൊടുത്തു. അക്കാര്യം അവൻ അച്ഛനോട് പറയും. അങ്ങനെ കലയാണെങ്കിലോ ഷൂട്ടിങ്ങിനായി വെട്രിമാരൻ വിളിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് മുത്തശ്ശി അവനെ ഫോൺ വിളിച്ച് സുരഭിക്ക് സീരിയസ് ആണ്, അവൾ പ്രഗ്നന്റ് ആയിരുന്നു, അവൾക്ക് ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന കാര്യം പറയുന്നത്. അത് കേട്ട കലൈ ഒന്നും നോക്കിയില്ല, ഹോസ്പിറ്റലിലേക്ക് എത്തി. നല്ല മഴ സമയം. ഓപ്പറേഷൻ നടക്കുകയായിരുന്നു. ഭാര്യയ്ക്ക് വേണ്ടി അവൻ അടുത്തുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. ഭാര്യയെ രക്ഷിക്കാനായില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവന്റെ കയ്യിൽ നൽകി. കുഞ്ഞിനെ എടുത്തു വെച്ച് അവൻ പൊട്ടിക്കരയും. അപ്പോഴാണെങ്കിലോ കട്ട് പറയുകയാണ്, സത്യത്തിൽ അത് ഷൂട്ടിംഗ് ആയിരുന്നു. യഥാർത്ഥത്തിൽ സുരഭി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി സുഖമായിരിക്കുന്നു. കലൈ അഭിനയിച്ചപ്പോൾ മുഖത്തെ അടയാളമില്ലായിരുന്നല്ലോ. കാരണം കലൈ നന്നായി അഭിനയിച്ചപ്പോൾ ആ അഭിനയത്തിൽ മുഖത്തെ അടയാളമെല്ലാം മറന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് കാണിക്കുന്നത്. കലയുടെ അച്ഛനോടൊപ്പം ആളുകൾ നിന്ന് സെൽഫി എടുക്കുകയാണ്. കലയുടെ കുഞ്ഞും ഭാര്യയും അച്ഛനുമെല്ലാം ബീച്ചിൽ വന്നതായിരുന്നു. അവിടെ കലയുടെ വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. കല അറിയപ്പെടുന്ന ഒരു നടനായി മാറി. നമ്മൾ ഒരു കാര്യത്തിനെ അതിയായി ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ ഒരിക്കൽ അത് നടക്കും എന്ന് കാണിച്ചും കൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.